കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ ഫോക്കസ് 5.0 എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ ഇഗ്നോ ഫോക്കസ് 5.0 എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അവലോകനം ചെയ്യാറുണ്ട്. അപ്പോ അതുപോലെ തന്നെ അതിന്റെ 5th സീരീസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്ന 5th സീരീസ്. ഓക്കെ, അപ്പോ നമ്മള് മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരു 4 വർഷത്തെ ചോദ്യ പേപ്പറുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ഇഗ്നോ എക്സാം കണ്ടക്ട് ചെയ്തതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഒന്നും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഇതിന്റെ വെയിറ്റേജ് മാർക്സ് എത്രത്തോളം ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എത്രത്തോളം ഉണ്ട്, ഹൈ ഈൽഡുകൾ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BPAG 171 എന്ന് പറയുന്ന UG ഇലക്റ്റീവ് ആണ്. അതായത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ. അപ്പൊ നമ്മൾ എക്സാമിന്റെ സമയത്ത് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും അല്ലെ, നമ്മളെ കൊണ്ട് പഠിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത്രയും പേപ്പേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചെടുക്കുക, പഠിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവോ, ഇതിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന എക്സാമിന്, നമ്മൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എത്ര മാർക്കായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് അല്ലെ നമ്മുടെ ഈ സമയം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഓരോ പേപ്പേഴ്സും, നമ്മൾ ചെയ്യുന്ന ഓരോ പേപ്പേഴ്സുകളും നമ്മൾ ഓരോ പിന്നെ സിലബസ് വൈസ് അവരുടെ ബ്ലോക്ക് യൂണിറ്റുകൾ ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നൊക്കെ കവർ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്, അതായത് സിലബസ് മാപ്പിംഗ്. നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും നമ്മുടെ ഓരോ ടോപ്പിക്കിന്റെ അലൈൻമെന്റ് എങ്ങനെയാണ്, അതിന്റെ റെലവൻസ്, എക്സാമിന് അതിന്റെ റെലവൻസ് എങ്ങനെയായിരിക്കും, അതിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ വെയിറ്റേജ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഏത് ഫോർമാറ്റിലാണ് എക്സാം ചോദിക്കുക, അതിന്റെ മാർക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്, കോമൺ ആയിട്ടുള്ള കമാൻഡ് വെർബ്സുകൾ എന്തൊക്കെയാണ്, ഹൈലൈറ്റ് അതായത് ലോങ് ആൻസേഴ്സിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ടുകൾ അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സുകൾ. ഇത് റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റീസെന്റ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സുകളൊക്കെ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ചോദിച്ച ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്സ്, പ്രിപ്പയർനെസ്, ഡാമേജ് അസസ്മെന്റ് എന്നൊക്കെ പറയുന്ന ആംഗിൾസിനായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ്, അതായത് എവിഡൻസിന്റെ ബേസിൽ ഇതിന്റെ റേറ്റിംഗ്സ് വെച്ചിട്ട്, അതായത് ഡിസംബർ 2025 നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാംസിൽ മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് റേറ്റിംഗ് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് കൂടുതലുള്ളത്, ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, നമ്മൾ ഈ ഒരു സെഷന്റെ ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രഡിക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തു. അതായത് കറക്റ്റ് അതേ രീതിയിൽ നമ്മുടെ ഇഗ്നോ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളും ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഡിക്റ്റീവ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് അത് നിങ്ങൾ എന്താ പറയാ പ്രാക്ടീസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ്, അതായത് കൺസേൺസ് ആയിട്ട് എക്സാമിന് റെഡി റെസ്പോൺസുകൾ, അതായത് നമ്മൾ സ്ട്രക്ചറിങ് എങ്ങനെയാണ്, ഡെഫിനിഷൻസ്, അതായത് ആപ്റ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് കൊടുക്കുക, പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ ഇത് അനലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ BPAG 171 പേപ്പേഴ്സ്
എന്ന പേപ്പറിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, കൺസെപ്റ്റ് വൈസ് നമ്മൾ ടാഗ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാ പോകുന്നത്. ഓരോ ടോപ്പിക്കിന്റെ ഫ്രീക്വൻസി, റീസൻസി അനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുകയാണ് കേട്ടോ ഈ ഒരു സെഷനിലൂടെ. അപ്പോ ഇത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഗൈഡ് ആയിട്ട് നിങ്ങളെ എന്ത് ചെയ്യും, ഈ എക്സാമിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റിയോടുകൂടെ കൺട്രോൾ ചെയ്ത് നല്ല കോൺഫിഡൻസോട് കൂടെ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സിലബസ് മാപ്പിംഗ് ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മളിപ്പോ ബ്ലോക്ക് വൈസ് ആയിട്ട്, യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സിന്റെ റെലവൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നത്. നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്കുള്ളത് 4 ബ്ലോക്കുകളാണ് കേട്ടോ. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കാണ്. അതിൽ നമുക്ക് 4 യൂണിറ്റുകൾ ഉണ്ട്. ആദ്യത്തെ യൂണിറ്റിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 11 ആണ്. അതായത് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 11 ആണ്. അതായത് ഹൈ റെലവെന്റ് ആയിട്ട് ചോദിക്കുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 2 എന്ന് പറയുന്ന ഹസാർഡ്, റിസ്ക് ആൻഡ് വാൾനറബിലിറ്റി എന്ന് പറയുന്ന യൂണിറ്റ്, അതിന്റെ അപ്പിയറൻസ് ആണെങ്കിൽ 13 ആണ് കേട്ടോ. യൂണിറ്റ് 1നേക്കാളും കൂടുതലാണ്, ഹൈ റെലവൻസ് ആണ് അത്. യൂണിറ്റ് 3 എന്ന് പറയുന്ന നേച്ചർ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, അപ്പിയറൻസ് 10 ആണ്, ഹൈ റെലവൻസ് തന്നെയാണ് കേട്ടോ. യൂണിറ്റ് 4 എന്ന് പറയുന്ന ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ, അപ്പിയറൻസ് 8 ആണ്. ബട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 യൂണിറ്റുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് യൂണിറ്റ് 4ന് മീഡിയം റെലവൻസ് ആണ് കാണിക്കുന്നത്. ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് കൺസെപ്റ്റ് ആൻഡ് ഫ്രെയിംവർക്ക് എന്നാണ് ബ്ലോക്ക് 2ന്റെ പേര്. അതിൽ നമുക്ക് യൂണിറ്റ് 5 എന്ന് പറയുന്നത് DM ആക്ട് 2005 ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, അപ്പിയറൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി 15 ആണ്, ഭയങ്കര ഹൈ ആണ് കേട്ടോ. പിന്നെ യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ആൻഡ് പ്രിപ്പയർനെസ്, 9 ആണ് അപ്പിയറൻസ് കാണിക്കുന്നത്, മീഡിയം റെലവൻസ് ആണ് കേട്ടോ. യൂണിറ്റ് 7 ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് റെസ്പോൺസ്, അപ്പിയറൻസ് 4 ആണ്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 8 ഡാമേജ് അസസ്മെന്റ്, 12 ആണ് അപ്പിയറൻസ്, ഹൈ റെലവൻസ് ആണ്. യൂണിറ്റ് 9 റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി, 6 ആണ് കാണിക്കുന്ന അപ്പിയറൻസ്, മീഡിയം റെലവൻസ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഈ ബ്ലോക്ക് 2ലെ യൂണിറ്റ്സ് 4 യൂണിറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് 5ഉം അതേപോലെ തന്നെ യൂണിറ്റ് 8ഉം ആണ് ഹൈ റെലവെന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റുകൾ. ഇനി മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് അതിൽ നമുക്ക് പഠിക്കാനുള്ള 2 യൂണിറ്റുകളാണ്. ഈ 2 യൂണിറ്റുകളും മീഡിയം റെലവെന്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. യൂണിറ്റ് 10 ആണെങ്കിൽ 9 അപ്പിയറൻസ് കാണിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് കേട്ടോ. യൂണിറ്റ് 11 ആണെങ്കിൽ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് ലാംഗ്വേജ്, 8 ആണ് അപ്പിയറൻസ്, ഇതും മീഡിയം റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും 4 യൂണിറ്റുകൾ ഉണ്ട്. അതിൽ യൂണിറ്റ് 12 എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് നോളജ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, അപ്പിയറൻസ് 7 ആണ്, ഇതും മീഡിയം റെലവൻസ് ആണ് കേട്ടോ. യൂണിറ്റ് 13 കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, CBDM എന്ന് പറയുന്നത്, അപ്പിയറൻസ് 10 ആണ്, ഹൈ റെലവൻറ്റ് ആണ്. ഓക്കെ, യൂണിറ്റ് 14ലേക്ക് വരുന്ന സമയത്ത് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സ്ട്രാറ്റജീസ്, 8 അപ്പിയറൻസ് കാണിക്കുന്നുണ്ട്, മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 15ലേക്ക് വരുന്ന സമയത്ത് കേസ് സ്റ്റഡീസ്, അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഉത്തരാഖണ്ഡ് ഫ്ലഡ് സുനാമി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ കേസ് സ്റ്റഡീസിൽ പെടുന്നത്. അത് അപ്പിയറൻസ് 9 ആണ്, മീഡിയം റെലവൻറ്റ് ആണ്. അപ്പോ ബ്ലോക്ക് 4ലുള്ള ഈ 4 യൂണിറ്റുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് 13 ആണ് ഹൈ റെലവൻറ്റ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അതായത് ഹൈ റെലവൻസ് എന്ന് വെച്ചാൽ എന്താണ്, അപ്രോക്സിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ 10ൽ കൂടുതൽ തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആ പോർഷൻസിലൊക്കെ ഉള്ള ടോപ്പിക്സുകൾ. മീഡിയം റെലവൻസ് എന്നിട്ടാൽ ഒരു അപ്പിയറൻസ് കാണിക്കുന്ന ഒരു 5 to 9 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് അറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോ ആണെങ്കിൽ ലെസ് ദാൻ 5 ആയിരുന്നു അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ബാർ ചാർട്ട് വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ 4 ബ്ലോക്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് 1നും ബ്ലോക്ക് 2നും, അതായത് ബ്ലോക്ക് 2 സ്ലൈറ്റ്ലി ഹൈ ആയിട്ട് കാണിക്കുന്ന ബ്ലോക്ക് 1ന്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ 2 ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 3 ആണെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 30 ബിലോ ആണ് വരുന്നത് ബ്ലോക്ക് 3യില്. ഓക്കെ, ബ്ലോക്ക് 4ൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതും ഏകദേശം ഒരു 25 അറൌണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അറൈസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി എടുക്കുന്ന സമയത്ത്, അതായത് ഫ്രീക്വൻസി കാണിക്കണം, ഓരോ യൂണിറ്റ് വൈസ് നമ്മുടെ ഫ്രീക്വൻസി കാണിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1, 2, 3ക്ക് ഹൈ റെലവൻറ്റ് ആണ്. യൂണിറ്റ് 4ന് എന്താണ്, മീഡിയം റെലവൻറ്റ് ആണ്. ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 2ലുള്ള ആദ്യത്തെ 2 യൂണിറ്റ് ഹൈ റെലവൻറ്റ് ആണ്, മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മീഡിയം റെലവൻറ്റ് ആണ് കേട്ടോ. ബ്ലോക്ക് 3യിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും യൂണിറ്റ് ആണ് ഹൈ റെലവൻറ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഹൈ ഫ്രീക്വൻസി ആണ് ഒക്വയർ ചെയ്യാനുള്ളത്. എന്താണ്, നാലാമത്തെ അല്ല, നമ്മൾ ബ്ലോക്ക് 3 എന്ന് പറയുന്നതിൽ 2 യൂണിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഈ 2 യൂണിറ്റ് ആണ് ഹൈലി റെലവൻറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഈ ബ്ലോക്ക് 4ലുള്ള
യൂണിറ്റുകൾ ബ്ലോക്ക് 4-ലുള്ള യൂണിറ്റ്സുകളൊക്കെ ഹൈ റെലവെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സുകളാണ്. ഓക്കെ, ഇനി നമ്മളൊരു ഇൻസൈറ്റ് ബോക്സ് ആണ് കേട്ടോ. അതായത് 3 ഹൈ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുന്നത്. ഹൈ ആയിട്ട് ചോദിച്ചത് നമ്മള് ഒക്കറൻസ് ഓഫ് പ്രോബബിലിറ്റി ഹൈ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദ TM Act 2005 എന്ന് പറയുന്ന ടോപ്പിക്. അതായത് എല്ലാ സെഷനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സാമിനേഴ്സിന് വെച്ചാൽ കൂടുതൽ അതിന്റെ NDMA റോള്, SDMA, NTRF എക്സ്ട്രാ ഇതിന്റെ ഒക്കെ റോൾസുകൾ നമ്മൾ ക്ലാരിറ്റിയോട് കൂടെ സ്ട്രക്ചറൽ ആയിട്ട് തന്നെ എഴുതി പോവാ. പിന്നെ രണ്ടാമത്തെ ടോപ്പിക് ആണ് ഹസാർഡ് റിസ്ക് ആൻഡ് വൾനറബിലിറ്റി അനാലിസിസ്. അതായത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റി, റിസ്ക് പെർസെപ്ഷൻസ്, അതായത് ഫോംസ് ദ കൺസെപ്ഷൻ ഫൗണ്ടേഷൻ. ഇതൊക്കെ നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ എസ്സേസിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തെ ടോപ്പിക് ആൻഡ് ഡാമേജ് അസസ്മെന്റ് ആൻഡ് ഡിസാസ്റ്റർ ടൈപ്സ്. അതായത് റിക്കറന്റ് ആയിട്ട് 2021 to 2025 ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓപ്പറേഷണൽ കോമ്പിറ്റൻസിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ IGNOU എക്സാംസിലൊക്കെ ഒരു കോംപ്രിഹെൻഷൻ ടെസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഒരു എക്സാമിന്റെ പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണ്, അതായത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കുന്നത് കേട്ടോ. ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസ്, അതായത് ടൈപ്പ് ഡിസ്കവറി ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ 7 സെഷൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ 2021 to June 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിനാണ്. അത് നമ്മൾ എസ്സേ ആയിട്ടും ഷോർട്ട് നോട്ട് ഫോർമാറ്റ്സ് ആയിട്ടും, അതായത് ഒബ്ജക്റ്റീവ് അല്ല കേട്ടോ, എല്ലാം വിത്തൗട്ട് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ കമ്പോണൻസ് ആയിട്ടാണുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ 100 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ്സേ ക്വസ്റ്റ്യൻസ് 20 മാർക്കിനാണ് കേട്ടോ ചോദിക്കാറ്. അത് നമുക്കൊരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 350 to 450 വരെയാണ് നമ്മുടെ വേർഡ് ലിമിറ്റ് പറയുന്നത്. അപ്പോ അത് ഈ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അനലിറ്റിക്കൽ ആയിട്ട് പറയും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസ്കഷൻ ഓൺ എ കൺസെപ്റ്റുവൽ ഓർ അപ്ലൈഡ് ടോപ്പിക് എന്നുള്ള രീതിയിൽ ചോദിക്കും. അതായത് വൾനറബിലിറ്റി, TM Act, ഡാമേജ് അസസ്മെന്റ് എന്നൊക്കെയുള്ള രീതിയിൽ ക്രിട്ടിക്കൽ ഡിസ്കഷൻ പറയാൻ, അല്ലെങ്കിൽ അനലിറ്റിക്കലി എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ടെസ്റ്റ് കോംപ്രഹെൻഷൻ അനാലിസിസ് അല്ലെങ്കിൽ സിന്തസൈസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. പിന്നെ ഷോർട്ട് നോട്ട്, അതായത് 12 ആയിട്ട് 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഓരോ സബ് ക്വസ്റ്റ്യൻസിനും 10 മാർക്ക് വീതം. അപ്പൊ ഓരോ സബ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, 150 മുതൽ 220 വേർഡ്സ് വരെ. അതായത് 2 സബ് പാർട്ടുകൾ ഉണ്ടാവും. അതായത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. റിക്കറിംഗ് കൺസൈറ്റ്സ് ഫാക്ച്വൽ റീകോൾ അല്ലെങ്കിൽ പിന്നെ ഡെഫിനീഷൻസ് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ, മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ബേസ്ഡ് ഓൺ റിയൽ ഇവന്റ്സുകളാണ് ഉണ്ടാവുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉത്തരാഖണ്ഡ് ഫ്ലഡ് 2013, സൈക്ലോൺ, ഫെയിലിൻ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതായത് നമ്മള് എന്താണ് ഈ തിയറിനെ പ്രാക്ടീസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്ലിക്കേഷൻ അസസ് ചെയ്യുന്നതിനാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പറയുന്നത് 20 മാർക്കാണ്. 350 മുതൽ 400 വേർഡ്സിൽ വരെ നമ്മൾ എഴുതാം. ഓക്കെ, അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് കമന്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ്. അതായത് ഇന്റർപ്രിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മൾ ഇവാലുവേറ്റ് ഒരു ആർഗ്യുമെന്റേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർപ്രിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ വരിക. അതായത് CBDM പ്ലാൻ കവേഴ്സ് ആൾ 3 phases. ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് എഴുതാൻ പറയാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറയാം. ഓക്കെ, ഇതും നമുക്ക് 20 വേർഡ്സിനാണ് ചോദിക്കുക. 20 മാർക്സിനാണ് ചോദിക്കുക. 300 to 400 വേർഡ്സിൽ നമ്മൾ എഴുതാം. ഇവിടെ ഒരു MCQസോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ നമ്മുടെ ഈ സെഷൻസിൽ ഈ ഒരു പേപ്പറിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ടോപ്പ് 4 ഫോർമാറ്റ്സ്, അതായത് ഇതിന്റെ നമ്മൾ ഈ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാന്നുള്ളത് നോക്കാൻ പോകുന്നത്. എസ്സേ ടൈപ്പ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 to 60% ആണ്. അതായത് നമ്മൾ എസ്സേ ടൈപ്പിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, നമ്മൾ തിയററ്റിക്കൽ ആയിട്ട്, അതായത് എക്സാമിൻ തിയററ്റിക്കൽ ആൻഡ് അപ്ലൈഡ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ തിയററ്റിക്കൽ ആയിട്ടും നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് എഴുതില്ലേ, അതേപോലെ തന്നെ എഴുതുക. പിന്നെ നമുക്ക് കുറെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആവശ്യമാണ്. അതിന്റെ കൂടെ തന്നെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എഴുതുമ്പോഴായിരിക്കും നല്ല രീതിയിൽ നല്ല ഭംഗിയോട് കൂടെ നമുക്ക് ആ എസ്സേ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ 20 മാർക്ക് കയ്യിൽ കിട്ടും കേട്ടോ. 20 മാർക്ക് കംപ്ലീറ്റ് കിട്ടില്ല, എന്തായാലും മാക്സിമം മാർക്ക് കിട്ടും. ഷോർട്ട് നോട്ട്സുകൾ രണ്ടാമത്തെ, അതായത് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 20% ആണ് വെയിറ്റ് വരുന്നത്. ഫാക്ച്വൽ ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് എഴുതുക. ഓരോ നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും. നമ്മൾ ഡെഫിനേഷൻസിനെയും സബ് ടൈപ്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾസിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 200 വേർഡ്സിൽ നമ്മൾ എഴുതുക. ഇനി കേസ് സ്റ്റഡി അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഇന്ത്യൻ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ട് എഴുതൂലേ, അല്ലെങ്കിൽ
ലിങ്ക് ചെയ്തിട്ടൊക്കെ എഴുതുക. നമ്മള് മിറ്റിഗേഷൻ പോളിസീസ്, അതായത് എക്സ്പെക്ട്സ് ലിങ്കിങ് ലെസൺസ് ലേൺ ടു മിറ്റിഗേഷൻ പോളിസി. നമ്മളൊരു കാര്യം പഠിച്ചതിന് വേറൊരു കാര്യമായിട്ട് ലിങ്ക് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കേസ് സ്റ്റഡീസുകൾ. ഓക്കെ. പിന്നെ ഇന്റർപ്രറ്റീവ് അല്ലെ കമാൻഡ് ഓർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ്, അതായത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 to 15% ആണ്. നമ്മൾ ഇവാലുവേറ്റ്സ് ക്രിട്ടിക്കൽ റീസണിങ്, അതായത് സ്റ്റുഡന്റ് മസ്റ്റ് എഗ്രി ഓർ ഡിസ്അഗ്രി വിത്ത് എ ക്വാട്ടഡ് സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ഇറ്റ് വിത്ത് റീസണിങ്. അതായത് നമ്മളടുത്ത് പറയണ ഒരു കാര്യത്തിന് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയണം. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞ എന്താണ്, ഒരു സ്റ്റുഡൻസ് എഗ്രി ചെയ്യാം, സമ്മതിക്കാം അല്ലെങ്കിൽ വിസമ്മതിക്കാം. അപ്പൊ അതിന് അനുയോജ്യമായ കോട്ടുകളും റീസൺസും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ആൻസർ എഴുതുക കേട്ടോ. ഇനി ഓരോ ബ്ലോക്ക് വൈസ് എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത് കേട്ടോ. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 2021 മുതൽ ജൂൺ 25 വരെ നോക്കുന്ന സമയത്ത് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. അപ്രോക്സിമേറ്റ് ഷെയർ എന്ന് പറയുന്നത് 20% ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ആവറേജ് മാർക്സ് വരുന്നത് 30 ആണ്. അപ്രോക്സിമേറ്റ് ഷെയർ എന്ന് പറയുന്നത് 30% ആണ്. ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെന്റ് ലിങ്കേജ് ആവറേജ് മാർക്ക് 20 ആണ്. അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് 20% ആണ്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ക്രോസ് കട്ടിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് അല്ലെ, അതിന്റെ ആവറേജ് മാർക്ക് 30 ആണ്. അപ്രോക്സിമേറ്റ് ഷെയർ എന്ന് പറയുന്നത് 30% ആണ്. അപ്പൊ മൊത്തം എത്രയായി? 100 മാർക്കായി അല്ലെ. അതായത് ബേസ്ഡ് ഓൺ നമ്മൾ ഈ 7 കൺസിക്യൂട്ടീവ് പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് 2ഉം 4ഉം ആണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. മാർക്ക് വെച്ച് നോക്കുന്ന സമയത്ത് 30 മാർക്കാണ് രണ്ട് ബ്ലോക്കിനുള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടെ റിക്കറന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, CBDM, സ്ട്രാറ്റജീസിന്റെ ഒക്കെ ബേസിലാണെന്നാ പറയുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിലെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നമ്മള് ഇതൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ ഇയർലി ഉള്ള പെർസെന്റേജ് വെയിറ്റ് അനുസരിച്ച് ക്വസ്റ്റ്യൻ ഫോമേഴ്സിന്റെ പെർസെന്റേജ് വെയിറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെ. ഓക്കെ. ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള എസ്സേസിന്റെതാണ്. അതായത് നമ്മുടെ ഡിസംബർ 2021 എസ്സേസിന് ഉള്ളതിന് ഒരു 50% മാർക്ക് ഉള്ളതിനെക്കാട്ടിലും എത്ര ഹൈ ആയിട്ട് വന്നു 2022 ജൂണിലേക്ക്. പിന്നെ വീണ്ടും അത് ഡിക്ലൈൻ ചെയ്തു. പിന്നെ ഒന്നും കൂടെ ഡിക്ലൈൻ ചെയ്ത് ഒരു യൂണിഫോം ആയിട്ട് തന്നെ ജൂണിലും അതേപോലെ ഡിസംബർ 2023 വരെ നിന്നു. പിന്നീട് അങ്ങോട്ട് ജൂൺ 2024 മുതൽ ജൂൺ 2025 വരെ എന്താണ് ഹൈ റെലവെന്റ് ആയിട്ടായിരുന്നു എസ്സേസ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്ട് നോട്ടുകൾ പറയുന്ന സമയത്ത് ഡിസംബറിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 ജൂൺ 2022 എന്താണ് ഒരു 50% ആയിരുന്നു മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 50 ആയിരുന്നു മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് അത് എന്താണ് ഹൈ ആയിട്ട് പോയി. ഇനി കമന്റ് അല്ലെ ഡിസ്കസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഏകദേശം സ്റ്റേബിൾ ആയിട്ട് തന്നെ ആയിരുന്നു എല്ലാ വർഷവും പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജൂൺ 2024 എത്തിയ സമയത്ത് എന്ത് ചെയ്തു? അതൊന്ന് ഡിക്ലൈൻ ചെയ്തു. ഡിസംബർ 2024 ജൂൺ 2025 നമ്മള് എന്താണ് കമന്റ് ക്വസ്റ്റ്യൻസ് അല്ലെ ഡിസ്കസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പിന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2022 വരെ സ്റ്റേബിൾ ആയിട്ടായിരുന്നു. അതായത് 10 മാർക്ക് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അതൊന്ന് ഹൈ ആയിട്ട് കൂടി ഒന്ന് ഉയർന്നു ജൂൺ 2023 പിന്നെ ആ ഡിസംബറിൽ ഡിക്ലൈൻ ചെയ്തിട്ട് യൂണിഫോം ആയിട്ട് ജൂൺ 2025 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഷോർട്ട് നോട്ട് എപ്പോഴും എന്താണ് നമ്മൾ ഒരു 15% നിന്നും 2021 നിന്നും എന്താണ് 25%ലേക്കൊക്കെ ഇൻക്രീസ് ചെയ്ത് പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ആ ഒരു വിഷ്വലൈസ് ചെയ്ത ആ ഒരു ഗ്രാഫ് കണ്ട സമയത്ത്. എന്നിട്ട് അതായത് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൺസൈസ് ആയിരുന്നു. ഫാക്ച്വൽ ടെസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. കേസ് സ്റ്റഡീസ് ആണെങ്കിൽ റെഗുലർ ആയിട്ട് 2023 വരെ അപ്പിയർ ചെയ്തിട്ട്
പിന്നെ ഇഗ്നുവിന്റെ എന്താ പറയാ ഡിസാസ്റ്റർ ഇവന്റ്സിന് ഭയങ്കര ഓറിയന്റഡ് ആയിട്ടായിരുന്നു റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ് എ ക്വസ്റ്റ്യൻസ് ഡോമിനന്റ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സെഷൻസിലും. ഇനി നമ്മൾ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് അല്ലെ? എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ടൈം? കാരണം നമ്മൾ 10 മാർക്ക് 20 മാർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് എഴുതാനുണ്ട്. നമുക്ക് ഇതിനൊക്കെയുള്ള ടൈം കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുമെന്നൊക്കെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ? പക്ഷേ കറക്റ്റ് നമ്മളൊരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് 3 ഹവർ ആയിരിക്കും എക്സാം ടൈം വരുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ടൈപ്സുകൾ 3 പറഞ്ഞു അല്ലെ? അതായത് നമുക്ക് 20 മാർക്കിന്റെ 3 എസ്സേസ് ഉണ്ടായിരിക്കും, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. അതായത് എന്താ പറയാ 2 ഷോർട്ട് നോട്ടുകൾ ഉണ്ടായിരിക്കും 10 മാർക്ക് വീതം. ഒരു കേസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെങ്കിൽ കമന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ മൊത്തം 100 മാർക്ക് കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ പറയില്ലേ ഒരു 3 എസ്സേസിന് നമ്മൾ 110 മിനിറ്റ്സ് ആണ് എടുക്കേണ്ടത്. 110 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ്സേസ് കംപ്ലീറ്റ് ആക്കണം. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടൈം എല്ലാവരും എക്സാമിന് പോകുന്ന സമയത്ത് വാച്ച് കൊണ്ടുപോവുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നോക്കിയിട്ട് നിങ്ങൾ ടൈമിങ് വെച്ചിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമ്മള് 110 മിനിറ്റ്സ് ആണ്. അതായത് ഏകദേശം നമ്മൾ പറയില്ലേ 1 മണിക്കൂറിലേറെ ടൈം എടുക്കും. നമ്മള് 1 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 3 എസ്സേ എഴുതി കംപ്ലീറ്റ് ആക്കാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഷോർട്ട് നോട്ടുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് 2 ഷോർട്ട് നോട്ടുകൾക്കും കൂടെ 35 മിനിറ്റ്സ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കേസ് സ്റ്റഡി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ 35 മിനിറ്റ്സ് മാത്രം ആ കേസ് സ്റ്റഡിക്ക് എടുത്തിട്ട് നമ്മൾ ആ 35 മിനിറ്റ്സോട് കൂടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക. എക്സാം എഴുത്ത് അവിടെ കറക്റ്റ് സമയം അവിടെ വെച്ച് എൻഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് മൊത്തം 180 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അതായത് 3 മണിക്കൂറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിട്ട് നമുക്ക് അവിടെയും ചില സ്ഥലങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എക്സ്ട്രാ 5 മിനിറ്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാൻ നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻസ് എഴുതി ഫിനിഷ് ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് കുറച്ച് ടൈം കിട്ടുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോ നമ്മൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാല് എപ്പോഴും നമ്മൾ എസ്സേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് കൂടുതലും സെക്ഷൻസ് ഉള്ളത് എന്താ? ബ്ലോക്ക് 2 ന്നും 4 എന്നാണ്. അപ്പോ എന്താണ് ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എന്താണ് ലാസ്റ്റത്തെ 10 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് എഴുതിയതൊക്കെ ശരി തന്നെയാണോ, സബ് ഹെഡിങ്സ് ഒക്കെ കറക്റ്റ് അല്ലേ, അണ്ടർലൈൻ ചെയ്യാനൊക്കെ ഉള്ള ടൈം കൊടുക്കുക. ഇതിന്റെ ഇടയിലുള്ള കുറച്ച് സമയമാണ് നമ്മൾ ഈ എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എസ്സേസ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യാൻ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വൈസ് അതിൽ 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളത് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഡിസാസ്റ്റർ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കീ ഫാക്ടേഴ്സ് ഓഫ് വൾനറബിലിറ്റി ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ഡിസാസ്റ്റർ റിസ്ക്. അപ്പിയറൻസ് എന്ന് പറയുന്നത് 7 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് അണ്ടർ ദി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്ന് പറയുന്നത് അപ്പിയറൻസ് 6 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ വിത്ത് ഫോക്കസ് ഓൺ പ്രിപ്പയർനെസ് ആൻഡ് മിറ്റിഗേഷൻ. അപ്പിയറൻസ് 5 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ഡയമെൻഷൻ ആൻഡ് ഫ്രെയിംവർക്ക് ഓഫ് ഡാമേജ് അസസ്മെന്റ്. അപ്പിയറൻസ് 6 ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇലോബറേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പിയറൻസ് 5 ആണ്. ഏഴാമത്താണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഡിഫറൻസസ് ഫ്രം ദ ട്രഡീഷണൽ അപ്രോച്ച്. അപ്പിയറൻസ് 4 ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വൾനറബിലിറ്റി വിത്ത് റെഫറൻസ് ടു അഡാപ്റ്റേഷൻ മെഷേഴ്സ്. അപ്പിയറൻസ് 6 ആണ്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിജിനിയസ് നോളജ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അപ്പിയറൻസ് 4 ആണ് വരുന്നത്. പത്താമത്തെ ലാസ്റ്റ് ഹൈൽഡ് ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ ഉത്തരാഖണ്ഡ് ഫ്ലഡ് 2013 ആൻഡ് ദ ലെസൺസ് ലേൺഡ്. അപ്പിയറൻസ് 3 ആണ് കേട്ടോ. ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളെ ബ്ലോക്സ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് നോക്കുന്ന സമയത്ത് എത്ര അപ്പിയറൻസ് ഉണ്ട്, ആവറേജ് മാർക്ക് എങ്ങനെയാണെന്നൊക്കെയാണ് നോക്കുന്നത്. അത് ക്വസ്റ്റ്യൻ പറയുന്നത് മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 6 ആണ്. ആവറേജ് മാർക്ക് 20 ആണ് കേട്ടോ. വൾനറബിലിറ്റി ഫാക്ടേഴ്സ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 7 ആണ്. ആവറേജ് മാർക്ക് 20 ആണ് വരുന്നത്. DM ആക്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 6 ആണ്. ആവറേജ് മാർക്ക് 20 ആണ് കേട്ടോ വരുന്നത്. മാനേജ്മെന്റ് സൈക്കിൾസ് ആൻഡ് പ്രിപ്പയർനെസ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 5 ആണ്. ആവറേജ് മാർക്ക് 20. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡാമേജ് അസസ്മെന്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 8 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 6 ആണ്. ആവറേജ് മാർക്ക് 20 ആണ്.
ഡിസാസ്റ്റേഴ്സ് ഡെവലപ്മെന്റ് ലിങ്കേജ് ബ്ലോക്ക് 2 യൂണിറ്റ് 11 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 5 ആണ്. ആവറേജ് മാർക്ക് 20 ആണ്. ഇനി വരുമ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് DM ബ്ലോക്ക് 4 യൂണിറ്റ് 30 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 4 ആണ്. ആവറേജ് മാർക്ക് 20 ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ബ്ലോക്ക് 3 യൂണിറ്റ് 10 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 6 ആണ്. ആവറേജ് മാർക്ക് 20 ആണ്. ഇനി ഇൻഡിജീനസ് നോളജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 4 ആണ് വരുന്നത്. 20 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. കേസ് സ്റ്റഡീസ് ഉത്തരാഖണ്ഡ് ഫ്ലൂട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 4 യൂണിറ്റ് 15 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 3 ആണ്. ആവറേജ് മാർക്ക് 20 ആണ്. ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ 2021 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ ക്വസ്റ്റിനും ആവറേജ് 20 മാർക്സ് ഉണ്ട് നമ്മൾ ഇഗ്നോ എസ്എ ബേസ്ഡ് പാറ്റേൺസ് വെച്ച് നോക്കുന്ന സമയത്ത്. ഇനി നമ്മൾ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മോഡൽ എങ്ങനെയാണ്, പ്രാക്ടീസ് സ്ട്രക്ചറിങ് എങ്ങനെയാന്നുള്ളത്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ 5 മിനിറ്റ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമ്മളൊരു 12 to 15 12 to 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഫുൾ ആൻസർ ചെയ്യുക. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെഫിനേഷൻസും കോഴ്സസുകളും എക്സാമ്പിൾസും ഒക്കെയാണ്. അപ്പൊ ഇത് എന്താണ്, ഒരു ഫ്രെയിം വർക്ക് കൊടുക്കും അല്ലെ. പിന്നെ നമ്മൾ ബ്ലോക്ക് ബേസ്ഡ് റിവിഷൻസ് നടത്തുക. അതായത് നമ്മൾ ഓരോ ബ്ലോക്ക് ഓരോ ദിവസം വെച്ചിട്ട് പഠിക്കാം. എന്നിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ടൈമിംഗ് വെച്ചിട്ട് സിമുലേറ്റ് ചെയ്യാം. അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് അല്ലെങ്കിൽ ടൈം വെച്ചിട്ട് 3 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി തീർക്കാൻ ഇത്ര മാർക്കിന് പറ്റുന്നുണ്ടോ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് പറയുന്നത്. നമ്മള് ക്വസ്റ്റ്യൻസുകൾ ടോപ്പ് 10 റിപ്പീറ്റ്സുകൾ, അതായത് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുന്ന BPAG 171 എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഈ ഡിസംബർ 2021 ടു ജൂൺ 2025 വരെയുള്ള പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 10 ക്വസ്റ്റ്യൻസ്, 10 ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്താണ് ഏകദേശം 75 to 80% എന്താണ് കവർ ചെയ്യുന്നത്. നമ്മൾ ടി ക്വസ്റ്റ്യൻസിന്റെ കവർ ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. ഇഗ്നുവിന്റെ ഈ ഒരു നമ്മൾ ഈ ഒരു പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ എന്താണ് എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് പറയുന്നത്. നമ്മളെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്ക്, അതിലെ യൂണിറ്റ് 1 ഉള്ള ടോപ്പിക് ആണ് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് 75 ആണ്. ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 2 ഹസാർഡ്സ് റിസ്ക് ആൻഡ് വൾണറബിലിറ്റി 88 ആണ്. പ്രോബബിലിറ്റി ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 3 ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ, അതായത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. പ്രോബബിലിറ്റി 63 ആണ്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 4 ആണെങ്കിൽ ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ 50 ആണ്. പ്രോബബിലിറ്റി മീഡിയം കാറ്റഗറി ആണ് കേട്ടോ. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് നമ്മളെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ഇതിൽ യൂണിറ്റ് 5 DM Act 2005 ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് 80 ആണ്. പ്രോബബിലിറ്റി വരുന്നത് ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 6 ആണെങ്കിൽ DM സൈക്കിൾസ് ആൻഡ് പ്രിപ്പയർനെസ് 63 ആണ്. പ്രോബബിലിറ്റി മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 8 ഡാമേജ് അസസ്മെന്റ് ആണ്. പ്രോബബിലിറ്റി 75 ആണ്. ഹൈ കാറ്റഗറി ആണ്. ഓക്കെ, യൂണിറ്റ് 9 ആണെങ്കിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ യൂണിറ്റ് 9 ടോപ്പിക് ആണ്. അതിന്റെ പ്രോബബിലിറ്റി 50 ആണ് വരുന്നത്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് ബ്ലോക്ക് 3 എന്ന് പറയുന്ന ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. യൂണിറ്റ് 10 ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് 63 ആണ് പ്രോബബിലിറ്റി വരുന്നത്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 11 ആണെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഡെവലപ്മെന്റ് ലിങ്കേജ് 50 ആണ് പ്രോബബിലിറ്റി വരുന്നത്. മീഡിയം കാറ്റഗറി ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 4 ക്രോസ് കട്ടിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്ന ബ്ലോക്ക്, അതിലെ യൂണിറ്റ് 12 ഇൻഡിജീനിയസ് നോളജ് എന്ന് പറയുന്ന ടോപ്പിക്കിന് 50 ആണ് പ്രോബബിലിറ്റി. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 13 ആണെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 75 ആണ് പ്രോബബിലിറ്റി. ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് 38 ആണ് പ്രോബബിലിറ്റി വരുന്നത്. ലോ കാറ്റഗറി ആണ്. യൂണിറ്റ് 15 എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് 38 ആണ് പ്രോബബിലിറ്റി വരുന്നത്. ലോ കാറ്റഗറി ആണ് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ചെയ്യാണ് കേട്ടോ. ഫോട്ടോസിന് ഓരോ നോട്ട്സിനും ജസ്റ്റിഫിക്കേഷൻ ചെയ്യാണ്. അതായത് ഏതൊക്കെ പേപ്പേഴ്സിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഹസാർഡ് റിസ്ക് ആൻഡ് വൾണറബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് 8 പേപ്പേഴ്സിൽ 7 തവണയും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ,
DM Act 2005, അതായത് നമ്മൾ 8 പേപ്പേഴ്സിൽ 6 എണ്ണത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഓരോ സെക്ഷൻസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഡാമേജ് അസസ്മെന്റ്. അതായത് ഇത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ 6 പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 എണ്ണത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ നാലാമത്തെ ടോപ്പിക്കാണ് CBTM എന്ന് പറയുന്നത്. ഇത് ഏകദേശം എല്ലാ 2021 വരെയുള്ള ആ ഒരു പേപ്പർ, ആ ഒരു ഇത് മുതൽ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ്സിനാണ് കേട്ടോ. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഡിസംബർ 2022, അതായത് പുതിയ ഇഗ്നു സിലബസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ സ്റ്റഡി ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രയോറിറ്റി, അതായത് നമ്മൾ ഹൈ പ്രയോറിറ്റി ഏതൊക്കെ ടോപ്പിക്സിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതായത് ഏകദേശം നമ്മൾ 70% മേലെ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ട് ഹൈ പ്രയോറിറ്റി ടോപ്പിക്കുകളാണ് ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി, DM Act 2005 ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം, ഡാമേജ് അസസ്മെന്റ്, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, നമ്മളൊരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഡയഗ്രാംസ് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ പറയില്ലേ DM ഹൈറാർക്കി, റിസ്ക് ചെയിൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഫ്ലോ ചാർട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഇഗ്നുവിന്റെ ബ്ലോക്ക് സമ്മറീസ് അല്ലെങ്കിൽ പ്രയോർ മോഡൽ ആൻസേഴ്സുകളൊക്കെ യൂസ് ചെയ്യുക. നമ്മൾ ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക എസ്സേസ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി മീഡിയം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 40 to 69% ഉള്ളിലാണ് വരുന്നത്. നമ്മളെ ഡിസാസ്റ്റർ പ്രൊഫൈൽ ഓഫ് ഇന്ത്യ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അഡാപ്റ്റേഷൻ, ഡിസാസ്റ്റർ സൈക്കിൾ ആൻഡ് പ്രിപ്പയർനെസ്, ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് ലിങ്കേജ്, ഇൻഡിജിനിയസ് നോളജ്, ഇങ്ങനത്തെ ടോപ്പിക്സിനാണ് മീഡിയം ആയിട്ട് പ്രയോറിറ്റി ഉള്ളത്. നമ്മൾ കൂടുതലും കീവേഡ്സുകൾ അല്ലെങ്കിൽ ഫ്രെയിംവർക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക. നമ്മൾ 2 സോളിഡ് എക്സാമ്പിൾസ്, ഓരോ ടോപ്പിക്കിനും എക്സാമ്പിൾസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൈക്ലോൺ ഫെയിലിൻ, സുനാമി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് എക്സാമിന്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ റിവൈസ് ചെയ്യുക അതൊക്കെ കേട്ടോ, ട്വൈസ് ആയിട്ട് റിവൈസ് ചെയ്യാം. ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സ്, അതായത് ഏകദേശം 50% താഴെയുള്ള പ്രയോറിറ്റി ഉള്ള പേപ്പേഴ്സ് ആണ് ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ്, യോക്കോഹാമ, സെൻഡായ്, ഹ്യോഗോ എന്നൊക്കെ പറയുന്ന സ്ട്രാറ്റജീസുകൾ. പിന്നെ കേസ് സ്റ്റഡീസുകൾ, ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ്, ഒഡീഷ സൈക്ലോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് വായിക്കുക. പിന്നെ നമ്മൾ എസ്സേസുകളൊക്കെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, ആവശ്യമുള്ള പോയിന്റ്സുകളൊക്കെ വെച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. നമ്മൾ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇഗ്നുവിന്റെ അതേ മോഡലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ അതേ ആ രീതി, ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബാച്ചലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BAPCH, ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025, BPAG 171, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. 3 മണിക്കൂറാണ് സമയമുള്ളത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് വായിക്കുക കേട്ടോ. ഇതിൽ പറയുന്നത് അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 400 വേർഡ്സ് ഈച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ഓരോ എണ്ണത്തിലും 5 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റംപ്റ്റ് ചെയ്യാം. അതായത് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ് എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസാർഡ്സ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. 20 മാർക്കാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ റോൾ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം established under the Disaster Management Act 2005, highlighting the coordination between national, state and district level. 20 marks. ഉണ്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തുടക്കത്തിൽ നോട്ട് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻസ് കയറി ഈക്വൽ മാർക്സ് 20 മാർക്സ് ആണ് കേട്ടോ ഉള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ, എക്സ്പ്ലെയിനിങ് ഹൈ പ്രിപ്പയർനെസ് ആൻഡ് മിറ്റിഗേഷൻ സ്റ്റേജസ്, സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി റെസിലിയൻസ്. 20 മാർക്സ് ആണ് വരുന്നത്. നാലാമത്തെയാണ് ഷോർട്ട് നോട്ട്സ്, ആൻസർ ബോത്ത് ഇൻ അബൌട്ട് 200 വേർഡ്സ് ഈച്ച്. എന്താണ് ഷോർട്ട് നോട്ട്സുകൾ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ബി സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഇൻ പോസ്റ്റ് ഡിസാസ്റ്റർ സിറ്റുവേഷൻസ്. 10 + 10 = 20. ആ രീതിയിലാണ് എക്കും ബിക്കും ഈക്വൽ ആണ് മാർക്സ് ഉള്ള 10 കേട്ടോ. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കീ ഡയമെൻഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡാമേജ് അസസ്മെന്റ്, emphasizing the role of technology and multi-sectorial coordination. 20 marks. Sixth question ആണ് evaluate the impact of climate change on disaster vulnerability in India and suggest measures for adapting and risk reduction. 20 marks തന്നെയാണ് കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇഫക്റ്റീവ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസ്കസ് ദിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, CBDM, ആൻഡ് ലോക്കൽ ഇനീഷ്യേറ്റീവ്. 20 മാർക്സ് ആണ്.
ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആണ്. നമ്മൾ കറക്റ്റ് ആ ഒരു പാറ്റേൺ തന്നെ എന്താണ് A, B 2 സെക്ഷൻ ഉണ്ടാവും. 2-ന് 10 മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പൊ എയിൽ എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇൻഡിജിനസ് നോളജ് സിസ്റ്റം ഇൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ബി എന്ന് പറയുന്നത് സെൻഡൈ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ 2015 to 2030. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ ഇന്ത്യ. അപ്പൊ ഇത് 10 വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ 20 മാർക്സ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.